വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. കേരളത്തിലെ 16 മണ്ഡലങ്ങളും കർണാടക, തെലങ്കാന, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും 58 സ്ഥാനാർത്ഥികളെയാകും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. അനിശ്ചിതത്വം അവസാനിപ്പിച്ച് ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ മത്സരിക്കും. തൃശൂരിൽ K മുരളീധരൻ, വടകരയിൽ ഷാഫി പറമ്പിൽ എന്നിവയാണ് പ്രധാന മാറ്റങ്ങൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MP മാർ മത്സരിക്കും. മുഴുവൻ സീറ്റുകളിലും സർപ്രൈസാണ് കോൺഗ്രസ് കരുതി വച്ചിരിക്കുന്നതെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മത്സരിക്കുന്ന ഓരോ സീറ്റും പോരാട്ടം തന്നെയാണ്. ഏറ്റവും ശക്തമായ പോരാട്ടം തന്നെയാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വർത്തമാനകാല ഘട്ടകാലഘട്ടത്തിൽ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും നിഷേധിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യവും സോഴ്സും നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കിരാത ഭരണകാലത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സീറ്റും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വില കൊടുത്ത് മിഞ്ചോടിഞ്ച് പോരാടും. അത് കേരളത്തിലെ ഓരോ സീറ്റും കോൺഗ്രസിന് നിർണായകമാണ്. ആ സീറ്റ് കോൺഗ്രസിൻ്റെ എണ്ണം കുറക്കാൻ ഇവിടെ പലർക്കും ഒരുപാട് താല്പര്യമുണ്ട്. അതിന് പലരും യോജിപ്പിലുമാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ സീറ്റുകളൊക്കെ നിർണായകമാണ്. നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, പട്ടിക തയ്യാറായോ? പ്രഖ്യാപനം എപ്പോൾ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം പ്രഖ്യാപനം വരും എന്നും പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വരും എന്നും പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. 16 മണ്ഡലങ്ങൾ, കേരളത്തിലെ 16 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇന്നിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നിപ്പോൾ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായത് അത് തൃശ്ശൂരും ഒപ്പം വടകരയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഇന്ന് K മുരളീധരനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും വടകരയിൽ നിന്ന് മാറുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ MLA മത്സരിപ്പിക്കാനുമായിരുന്നു തീരുമാനം ഉണ്ടായത്. രണ്ട് നേതാക്കൾക്കും ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. K മുരളീധരൻ ഇതിൽ അതൃപ്തി, അതായത് വേണ്ട രീതിയിലുള്ള ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതിനു പിന്നാലെ ഈ വിഷയത്തിൽ ചർച്ചകൾ നടന്നു. ഇന്നിപ്പോൾ രാവിലെ KC വേണുഗോപാലിന്റെ വസതി കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതി കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് ഉണ്ടായി. ആ ചർച്ചകൾക്ക് ഒടുവിൽ ഒരു സമവായത്തിൽ എത്തുകയും K മുരളീധരൻ തന്നെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും എന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് ഷാഫി തന്നെ വടകരയിൽ മത്സരിക്കും എന്ന് തീരുമാനം ആക്കി. അതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കി നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്താണെങ്കിലും നിലവിലത്തെ പട്ടിക എന്ന് പറയുന്നത്, നമ്മൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ, അതോടൊപ്പം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി, ഒപ്പം കോഴിക്കോട് MK രാഘവൻ, കണ്ണൂരിൽ K സുധാകരൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, തൃശ്ശൂരിൽ K മുരളീധരൻ, അതോടൊപ്പം തന്നെ ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ, എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, ആലപ്പുഴയിൽ KC വേണുഗോപാൽ, അതോടൊപ്പം മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, ശശി തരൂർ തിരുവനന്തപുരത്ത് എന്നതാണ് 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ. ഇതിലൊരു പ്രഖ്യാപനം മാത്രമാണ് ഇനിയിപ്പോൾ അവശേഷിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ AICC ആസ്ഥാനത്ത് നിന്ന് റിലീസായിട്ടായിരിക്കും ലഭിക്കുക. സാധാരണഗതി പ്രസ് മീറ്റ് വിളിക്കുന്ന രീതിയൊന്നും കോൺഗ്രസിൻ്റെ ഇല്ല. സാധാരണഗതി റിലീസായിട്ട് തന്നെയാണ് ഇത് വരാറുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ എത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളിലേക്ക് പോകാതെ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി അത് തൃശ്ശൂരിൽ K മുരളീധരനെ എത്തിച്ചതാണ്. പ്രധാനമായും പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് BJP പോയ സാഹചര്യം, പ്രത്യേകിച്ച് ലീഡറിന്റെ മകൾ തന്നെ BJP പോയ സാഹചര്യത്തെ ഏത് തരത്തിൽ പ്രതിരോധിക്കാം എന്നൊരു കാഴ്ചപ്പാട്, അതുമായി ബന്ധപ്പെട്ട കൂട്ടായ ചർച്ചയാണ് ഒടുവിൽ K മുരളീധരനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏതാണെങ്കിലും TN പ്രതാപൻ രാവിലെ തന്നെ അവിടെ K മുരളീധരന് വേണ്ടി രംഗത്ത് വരികയും അദ്ദേഹം ചുമരെഴുത്ത് ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. നാളെ മുരളീധരൻ അവിടെ തൃശ്ശൂരിൽ എത്തും എന്ന് അറിയിക്കുകയും ചെയ്തു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ബാക്കി കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവസാനഘട്ട ചർച്ചകൾ ഉൾപ്പെടെ നേതാക്കൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പട്ടികയ്ക്ക് വേണ്ടിയുള്ള കൈമാറ്റം മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നൽകിയിട്ടുള്ള. അല്പസമയത്തിനകം തന്നെ ആ പട്ടിക എത്തും. രാഹുൽ ഗാന്ധി വയനാട്ടിലും ഒപ്പം K സുധാകരൻ കണ്ണൂരിലും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ ആലപ്പുഴയിലും K മുരളീധരൻ തൃശ്ശൂരിലും മത്സരിക്കും എന്ന് തന്നെയാണ്, വടകരയിൽ ഷാഫി പറമ്പിലും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയി നമുക്ക് ഇതിൽ എടുത്തു പറയാൻ ഉള്ളത്. സുജയ, ഓക്കെ, പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നേതൃത്വത്തിന് വഴങ്ങിയ K മുരളീധരൻ വടകര വിട്ട് തൃശൂരിൽ മത്സരിക്കും. സീറ്റുമാറ്റത്തിൽ അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചെങ്കിലും വിശദീകരണവുമായി മുരളീധരൻ തന്നെ രംഗത്ത് വന്നു. എന്നാൽ വടകരയിൽ പരിഗണിക്കുന്നതിൽ ഷാഫി പറമ്പിൽ MLA-ക്ക് അതൃപ്തിയുണ്ട്.
ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുന്നുവെന്ന വാർത്ത പുറത്തുവന്നത്. രാവിലെ പ്രതികരണത്തിനായി ശ്രമിച്ച മാധ്യമങ്ങളെ കാണാൻ മുരളീധരൻ തയ്യാറായില്ല. പതിവ് രീതികളിൽ മാറ്റം വന്നതോടെ സിറ്റിംഗ് സീറ്റ് വിടുന്നതിൽ മുരളിക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചു. ഒടുവിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനം വന്ന ശേഷം മാത്രം പ്രതികരണമെന്ന് കെ മുരളീധരൻ MP. അത് പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും, ശേഷം കാണാം. അതുകൊണ്ടല്ല, അല്ലാതെ മറ്റേ പ്രതീക്ഷകൾ കൊണ്ടൊന്നും കാണാതിരിക്കുന്നതല്ല. അത് കുഴപ്പമില്ല. അതിപ്പോ എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആള് വരുമ്പോ കൺവെൻഷൻ മാറ്റൊന്നും ഉണ്ടാവില്ല, കൺവെൻഷൻ നടക്കും. വടകരയിൽ നിന്ന് മുരളീധരൻ തൃശൂരിലേക്ക് മാറുന്നതിൽ ലീഗിനും RMPക്കും അതൃപ്തിയുണ്ട്. വടകരയിലെ ജയസാധ്യതയും UDFനെ ആശങ്കയിലാക്കുന്നുണ്ട്. മുരളീധരന് പകരം വടകരയിൽ പരിഗണിക്കുന്ന ഷാഫി പറമ്പിൽ MLAയും അതൃപ്തി മുതിർന്ന നേതാക്കളെ അറിയിച്ചതായാണ് വിവരം. വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ തീരുമാനം ഷാഫി പറമ്പിലും അംഗീകരിച്ചേക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കെ മുരളീധരനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഉചിതമായ സമയത്ത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് TN പ്രതാപൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമല്ലെന്ന് VS സുനിൽകുമാറും സുരേഷ് ഗോപിയും പറഞ്ഞു. TN പ്രതാപന്റെ നേതൃത്വത്തിൽ മുരളീധരന് വേണ്ടി ചുവരെഴുതി തുടങ്ങി. നാളെ രാവിലെ മുരളീധരൻ തൃശൂരിലെത്തും. തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റത്തെ സ്വാഗതം ചെയ്ത പ്രതാപൻ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള മടങ്ങിവരവ് വൻ വിജയത്തോടെയായിരിക്കുമെന്ന് പ്രതികരിച്ചു. ഉറച്ച പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ മുരളീധരന്റെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. എൻ്റെ പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ ആളുകൾ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സേവനം ചെയ്യുക. അത് അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ ഞാൻ പോസ്റ്റർ ഒട്ടിക്കും. ഇപ്പോഴും അവർക്ക് വേണ്ടി കൊടി കെട്ടണമെങ്കിൽ കൊടി കെട്ടും, മുദ്രാവാക്യം വിളിക്കും, വെയിൽ കൊണ്ടെങ്കിൽ വെയിൽ കൊള്ളും. അതാണ് എൻ്റെ ചുമതല. ആ ചുമതല പാർട്ടി എന്ത് പറഞ്ഞാലും സമ്പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി നിർവഹിക്കുന്ന ഒരു പാർട്ടിക്കാരനായിരിക്കും ഞാൻ. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി മാറിയതിൽ ആശങ്കയില്ല. പത്മജയുടെ BJP പ്രവേശനവും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി ഇപ്പോൾ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഏത് സ്ഥാനാർത്ഥിനെ തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ TN പ്രതാപൻ മത്സരിച്ചാലും കെ മുരളീധരൻ മത്സരിച്ചാൽ രാഷ്ട്രീയ പോരാട്ടമാണ്. എതിർ സ്ഥാനാർത്ഥി ആരെന്നത് തന്റെ വിഷയമല്ലെന്ന് തൃശൂരിൽ BJP വിജയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സ്ഥാനാർത്ഥികൾ മാറി വരുന്നതിന് അതിൻ്റെതായ കാരണമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. ആര് വരുന്നു, ആര് പോകുന്നു, ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമല്ലോ. വടകരയിൽ UDF സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമല്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജയും പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഏത് വ്യക്തിയാണ് എതിർ സ്ഥാനത്ത് മത്സരിക്കുന്നത് എന്നുള്ളതൊരു വിഷയമേ അല്ല. റിപ്പോർട്ടർ, തൃശൂർ. കെ മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റുന്നതിനെതിരെ UDFൽ കടുത്ത അതൃപ്തി. KPCC നേതൃത്വത്തെ RMP എതിർപ്പറിയിച്ചു. വാശിയേറിയ പോരാട്ടത്തിൽ കരുത്തനെ നഷ്ടപ്പെട്ടതിൽ മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകവും അസംതൃപ്തരാണ്. ഇതിനിടെ പിന്തുണ അഭ്യർത്ഥിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കെ മുരളീധരൻ സന്ദർശിച്ചു. കരുത്തുറ്റ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വടകരയിലാണ് അപ്രതീക്ഷിത UDF സ്ഥാനാർത്ഥി മാറ്റം. രാഷ്ട്രീയ തീരുമാനമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും RMPക്കും മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകത്തിനും തീരുമാനം സ്വീകാര്യമല്ല. RMP KPCC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ള ഒരാളെ മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകുകയും വിപരീത ഫലം ചെയ്യുമെന്നും RMP. എന്നാൽ തീരുമാനത്തെ പരസ്യമായി എതിർക്കില്ല. അതൃപ്തി നമുക്കറിയാം, അത് തീരുമാനിക്കേണ്ട പാർട്ടിയല്ലേ, കോൺഗ്രസ് ആണല്ലോ. തീരുമാനമായില്ല, മാറി മറിയും എന്നുള്ളത് പലപ്പോഴും. പക്ഷെ ഇന്നലെ എന്ന് വെച്ചാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം വന്നല്ലോ. പുതിയ രാഷ്ട്രീയം വരുമ്പോൾ രാഷ്ട്രീയം അതിനനുസരിച്ച് അവരെ തീരുമാനിക്കല്ലോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ അംഗീകരിക്കുന്നതായി PK കുഞ്ഞാലിക്കുട്ടി. ആവശ്യമായ കൺസൾട്ടേഷനൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ തീരുമാനം കോൺഗ്രസിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ അവരെടുക്കുന്ന സുചിന്തിതമായ തീരുമാനങ്ങൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പുറത്തേക്ക് എതിർപ്പ് അറിയിക്കുന്നില്ലെങ്കിലും മൂന്നാം സീറ്റിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ച ചെയ്തത് കെ മുരളീധരൻ സാമുദായിക സ്വീകാര്യതയുള്ള നേതാവ് എന്നുള്ള നിലയിലാണ്. അതേസമയം പിന്തുണ അഭ്യർത്ഥിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കെ മുരളീധരൻ സന്ദർശിച്ചു. തൃശൂരിൽ സാമുദായിക വോട്ടുകൾ നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് തൃശൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വോട്ടുറപ്പിക്കാനുള്ള മുരളീധരന്റെ നീക്കം. കരുത്തിനെ ഇറക്കി കരുത്തുറ്റ പോരാട്ടത്തിന് ഇറങ്ങുമ്പോഴാണ് സ്ഥാനാർത്ഥി മാറിയെത്തുന്നത്. മണ്ഡലത്തിൽ UDFന്റെ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ RMPയുടെ രാഷ്ട്രീയ അസ്തിത്വം വരെ വടകരയിൽ ചോദ്യം ചെയ്യപ്പെടും. റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരും കേരളവും നടത്തിയ ചർച്ച പരാജയം. 19,351 കോടി കൂടി കടമെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന കേന്ദ്രം തള്ളി. കേരളത്തിന് അവകാശപ്പെട്ട 13,608 കോടി മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്ന് കേന്ദ്രം നിലപാട് സ്വീകരിച്ചു.
സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരും കേരളവും നടത്തിയ ചർച്ചയിൽ കടമെടുപ്പ് പരിധിക്ക് ഉള്ളിൽ നിന്ന് താൽക്കാലികമായി കൂടുതൽ പണം എടുക്കാനുള്ള അനുവാദമാണ് സംസ്ഥാനം തേടിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല. കേരളം ആവശ്യപ്പെട്ട അധിക വായ്പയായ 19,351 കോടി അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്രം നിലപാട് വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ ധാരണയായ 13,608 കോടി നൽകാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. നമ്മൾ മുന്നോട്ട് വെച്ച അഭ്യർത്ഥന ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി പരിശോധിച്ചു. പക്ഷേ അതിനോട് യോജിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പുതിയതായിട്ടുള്ള അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് അറിയിച്ചത്. അധികമായി കടമെടുക്കാനുള്ള അനുമതി നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് വരുമെന്ന ആശങ്കയും കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിൽ നടന്ന ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി വി വേണു, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, ദില്ലി. വനിതാ ദിനത്തിൽ പാചകവാതക സിലിണ്ടറിന് വില കുറച്ച് കേന്ദ്ര സർക്കാർ. ഗാർഹിക സിലിണ്ടറിന് 100 രൂപ കുറച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതോടെ സിലിണ്ടറിന്റെ വില 910 നിന്ന് 810 രൂപയായി കുറഞ്ഞു. രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കുള്ള സബ്സിഡി 2025 വരെ തുടരാൻ തീരുമാനിച്ചിരുന്നു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFIക്ക് പങ്കുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്യാമ്പസിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം. ഒരുപാട് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിവിധ വിഭാഗത്തിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. SFIയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടത്. ആവശ്യമായ നിലപാടും നടപടിയും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മുഖം നോക്കാതെ ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടും. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായല്ല MV ഗോവിന്ദൻ്റെ ഈ തുറന്നു പറച്ചിൽ. എഴുതി തയ്യാറാക്കിയ കുറിപ്പ് നോക്കിയുള്ള വിശദീകരണത്തിലാണ് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ SFIയും ഭാഗമാണ് എന്ന് പറഞ്ഞത്. ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. SFI ആ തരത്തിൽ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഈ രീതിയിലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത പ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് നേതാക്കൾ പോകുന്നത് CPMന് ആഹ്ലാദിക്കാൻ വക നൽകുന്നതല്ല. ഈ പോക്ക് CPMന് രാഷ്ട്രീയമായി ഒരു നേട്ടവുമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങളെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്ന നിലപാട് തന്നെയാണ് പാർട്ടിക്ക്. കേന്ദ്ര സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടതെന്നും സംസ്ഥാനം ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കോൺഗ്രസിനെതിരായ വിമർശനം ആവർത്തിച്ച് പത്മജ വേണുഗോപാൽ. സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കി. താൻ KPCCയിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും ആളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നും പത്മജ പ്രതികരിച്ചു. K മുരളീധരനെതിരെയും രൂക്ഷ വിമർശനമാണ് പത്മജ ഉന്നയിച്ചത്. അതിനിടെ പത്മജയ്ക്ക് തിരുവനന്തപുരത്ത് BJP നേതൃത്വം വമ്പിച്ച സ്വീകരണമാണ് ഒരുക്കിയത്. BJP മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം പത്മജ വേണുഗോപാലിനുള്ള സംസ്ഥാനത്തെ ആദ്യ സ്വീകരണ പരിപാടി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതികരണം. എന്നെ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് 4-5 പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളുമില്ല. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കിയെടുത്തു പലതും. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. K മുരളീധരന്റെ വർക്ക് ഫ്രം ഹോമിന് മറുപടി ഇങ്ങനെ. ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അനിയനാണെങ്കിൽ 2 അടി കൊടുത്തേനെ. കാരണം 1.5 കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു, എനിക്ക് വേറെ കുറേ അസുഖങ്ങൾ വന്നു, ഒക്കെ ചേട്ടന് മാത്രമേ അറിയുള്ളൂ. ആ ചേട്ടൻ അത് പറയരുത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിതൃത്വ പരാമർശത്തിൽ കേസ് കൊടുക്കുമെന്നും പത്മജ ആവർത്തിച്ചു. എനിക്ക് വിഷമം എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു, എൻ്റെ അമ്മേനെ പറഞ്ഞു. ഞാൻ കരുണാകരൻ്റെ മകളല്ല എന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും. ഇന്ദിരാഭവനിൽ നിന്നും മാരാർജി ഭവനിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബ വീട്ടിൽ നിന്നും മറ്റൊരു കുടുംബ വീട്ടിലേക്ക് എത്തും പോലെയെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കൾ BJPയിലേക്ക് പോകുമെന്നും ആവർത്തിച്ചു പറയുന്നു പത്മജ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പത്മജ വേണുഗോപാലിനെതിരായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിതൃത്വ പരാമർശം തള്ളി രമേശ് ചെന്നിത്തല. രാഹുലിന്റെ പ്രസ്താവനയോട് യോജിപ്പില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. അതേസമയം പറഞ്ഞത് കരുണാകരന്റെ മതേതര പാരമ്പര്യത്തിന് പിതൃത്വമെന്നാണെന്നും പത്മജ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു.
പത്മജ വേണുഗോപാലിനെതിരായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പിതൃത്വ പരാമർശമാണ് നിലവിലെ ചർച്ച. രാഹുലിനെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്തെത്തിയപ്പോൾ പരാമർശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പില്ല. ഇല്ല, അതെനിക്ക് യോജിപ്പില്ല. എന്നാൽ പരാമർശത്തിൽ ഇന്നും വിശദീകരണവുമായി രാഹുൽ രംഗത്തെത്തി. ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചത്. ബോർഡ് സ്ഥാപിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ബോർഡ് നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറാകാതെ വന്നതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ബോർഡ് നശിപ്പിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ബോർഡിന്റെ അവശിഷ്ടങ്ങളും അവിടെ നിന്ന് നീക്കി. KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല MM ഹസന്. തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ മത്സരിക്കുന്നതിനാലാണ് ചുമതല. തെരഞ്ഞെടുപ്പ് കാലത്തേക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. BDJ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കും. ഇടുക്കിയിൽ കേരള കോൺഗ്രസ് മുൻ നേതാവിനെയാണ് പരിഗണിക്കുന്നത്. നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ഇന്ന് ചേർത്തലയിൽ ചേർന്ന BDJ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. പാർട്ടി മത്സരിക്കുന്ന കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ചാലക്കുടി സീറ്റുകളിൽ ഇടുക്കി ഒഴികെ എല്ലായിടത്തും അന്തിമ തീരുമാനമായി. ഇടുക്കിയിൽ ക്രൈസ്തവ സഭയുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിക്കുക. നാളെ ഉച്ചയ്ക്ക് കോട്ടയത്ത് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJ സ്ഥാനാർത്ഥി. അല്ല, എപ്പോഴാണ് ശക്തമായി ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഉള്ളത്, ഞങ്ങൾക്ക് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള A ക്ലാസ് സീറ്റിലാണല്ലോ ഞാൻ മത്സരിക്കാൻ ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ അത് നോക്കി സെലക്ട് ചെയ്തത്. BDJസിന് ആ സീറ്റ് വളരെ ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ട സീറ്റാണ്. ഞങ്ങളുടെ എല്ലാ സീറ്റുകളിലും ശക്തമായിട്ട് ത്രികോണ മത്സരം ഉണ്ടാവും. അതിൽ ഏറ്റവും ശക്തമായിട്ട് സീറ്റുകളിൽ ഒന്ന് തന്നെയാണത്. ചാലക്കുടിയിൽ SNDP വനിതാ വിഭാഗ നേതാവ് ES ഷീബയും മാവേലിക്കരയിൽ ബൈജു കലാശാലയും സ്ഥാനാർത്ഥികളാകും. CPM സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ മടിയാണെന്ന ആക്ഷേപം തുഷാർ വെള്ളാപ്പള്ളി തള്ളിക്കളഞ്ഞു. റിപ്പോർട്ടർ, ആലപ്പുഴ. BJP നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വാർത്ത സ്ഥിരീകരിച്ച ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല. തനിക്കെതിരെയുള്ള പാർട്ടി നടപടിക്ക് പിന്നിൽ CPIM പ്രാദേശിക നേതൃത്വമാണെന്നും നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി എന്തെങ്കിലും നടപടിയെടുത്തവർ ഒരുപക്ഷെ പോയേക്കുമെന്ന് EP ജയരാജനും പ്രതികരിച്ചു. നടപടി നേരിട്ട ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നിലവിൽ BJPയിലേക്ക് പോകുവാൻ തീരുമാനിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി രാജേന്ദ്രൻ രംഗത്തെത്തിയത്. അതേസമയം BJP നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് രാജേന്ദ്രൻ സ്ഥിരീകരിക്കുന്നു. അതൊരു യൂഹാപോഹ വാർത്തയാണ്, അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവുമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടുമില്ല. BJP മാത്രമല്ല, എല്ലാ പാർട്ടി നേതാക്കന്മാരും വിളിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കൽ വിളിക്കും, അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും, അതോടുകൂടി അവരങ്ങ് നിൽക്കും. വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ S രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകില്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. പാർട്ടിയായിട്ട് സഹകരിച്ച് പോകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇല്ല. എന്നാൽ CPMൽ നിന്നാരും BJPയിലേക്ക് പോകില്ലെന്നും പാർട്ടി നടപടിയെടുത്തവർ ഒരുപക്ഷെ പോയേക്കുമെന്നാണ് EP ജയരാജന്റെ പ്രതികരണം. പക്ഷെ CPMൽ നിന്ന് പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ പാർട്ടി നേരത്തെ നടപടിയെടുത്തിട്ടുള്ള ചിലരുണ്ടാകും, എനിക്കതറിഞ്ഞുകൂടാ. എന്നാൽ BJPയിലേക്ക് പോകില്ലെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കുമ്പോഴും തനിക്കെതിരെയുള്ള നടപടി പിൻവലിക്കാത്തതിൽ കടുത്ത പ്രതിഷേധവും രാജേന്ദ്രൻ രേഖപ്പെടുത്തുന്നുണ്ട്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. കിടന്നുറങ്ങാനൊരു വീടെന്ന സ്വപ്നം റിപ്പോർട്ടറിലൂടെ യാഥാർത്ഥ്യമാക്കി ഭിന്നശേഷിക്കാരനായ കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശി വാര്യർകണ്ടി പ്രദീപൻ. റിപ്പോർട്ടർ ലോഞ്ചിംഗ് ഡേയിൽ സംപ്രേഷണം ചെയ്ത വാർത്ത കണ്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ പ്രദീപനായി വീട് നിർമ്മിച്ചു നൽകിയത്. വീടിനായുള്ള പ്രദീപന്റെ 20 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. ചോർന്നൊലിക്കുന്ന ഒറ്റമുറിക്കൂര ഇനി ഓർമ്മകളിൽ മാത്രം. പ്രദീപന്റെയും ഭാര്യയുടെയും ദുരിത ജീവിതം കഴിഞ്ഞ ജൂലൈ 1 പകലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. അന്ന് രാത്രിയിൽ മീറ്റ് എഡിറ്റേഴ്സിൽ ലക്ഷ്യ MD ഓർവൽ ലാൻഡിന്റെ പ്രഖ്യാപനമെത്തി. പ്രദീപിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കുമെന്ന വാഗ്ദാനം. അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്ന് സഹായം കിട്ടാത്തത് നിയമക്കുരുക്കിന്റെ പേരിലാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് തോന്നി. ഞാനപ്പോൾ തന്നെ റിപ്പോർട്ടർ ടീമുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ റിപ്പോർട്ടർ ടീമിനെ അറിയിച്ചു. അപ്പോൾ ഇത് റിപ്പോർട്ടർ ലോഞ്ചിങ് ഡേയിൽ തന്നെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇത് സമ്മതിച്ച റിപ്പോർട്ടർ ടീമിന് ഞങ്ങൾ ലക്ഷ്യ ടീമിന്റെ നന്ദിയുണ്ട്. 8 മാസങ്ങൾക്കിപ്പുറം പ്രദീപന്റെ സ്വപ്നത്തിന്റെ താക്കോൽ കൈമാറി. അപ്പൊ താക്കോൽ വേണ്ടേ?
അപ്പോൾ താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടി റിപ്പോർട്ടറിൻ്റെ MD മാനേജിംഗ് എഡിറ്ററുമായ ആൻഡ്രൂ അഗസ്റ്റിൻ, ഒപ്പം ലക്ഷ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൻ്റെ MD ഓർവൽ ലാനൽ, ഒപ്പം ഞങ്ങളുടെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ എന്നിവർ വരുന്നു. പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ്. അപ്പോൾ സന്തോഷകരമായ മുഹൂർത്തം. പ്രേക്ഷകരെ നിങ്ങളും കൈയടിച്ചാട്ടെ. സന്തോഷകരമായ കാര്യം, ദാ പ്രദീപിന് ഒരു വീട് വരുന്നു. ഇനി പാലുകാച്ചൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്, അല്ലേ? ഇനി സുരക്ഷിതമായ ഭവനത്തിൽ പ്രദീപനും കുടുംബത്തിനും കിടന്നുറങ്ങാം. എത്രയോ വർഷങ്ങൾ ശ്രമിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അത് തരാ എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അന്നത്തെ അവസ്ഥ വെച്ച് നോക്കാൻ ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല. ഇന്ന് യാഥാർത്ഥ്യമായി, ഇത് യാഥാർത്ഥ്യമാണ്. ഇനി ഇതിന് വേറെ ആരും അവകാശികളില്ല. റിപ്പോർട്ടർ TV മാനേജിംഗ് എഡിറ്റർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിൻ, റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ, കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺ കുമാർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ MD ഓവൽ ലാനൽ, ചങ്ങരോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി എന്നിവർ സന്തോഷ നിമിഷത്തിന് സാക്ഷികളായി. ഉദ്ഘാടന ദിവസമാണ് നമ്മൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പം ഈ ഓർവൽ ലക്ഷ്യ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്തിക്കോളാമെന്ന് ഓർവൽ നമ്മളോട് പറയുകയാണ്. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം അധികം താമസിക്കാതെ തന്നെ ഏകദേശം 7 മാസം കൊണ്ട് ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും സന്തോഷത്തിലുള്ള ദിവസത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. ലോഞ്ച് ജൂലൈ 1-ാം തീയതി റിപ്പോർട്ടർ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തു. ഇപ്പോൾ 8ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ 2 വീട്, ഇപ്പോൾ 2ാമത്തെ വീട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രദീപേട്ടൻ്റെ മനോഹരമായ വീട് രാവിലെ തന്നെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ വന്ന് നാട്ടുകാരെയും അദ്ദേഹത്തെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. ചുരുങ്ങിയ സമയം കൊണ്ട് മനോഹരമായി വീട് നിർമ്മിച്ച കരാറുകാരൻ ബാലകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. റിപ്പോർട്ടർ കോഴിക്കോട്. പ്രദീപേട്ടനും കൂടി വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയതായി സംശയം. മോഷണക്കേസിലെ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണമാണ് കൊലപാതകം നടന്നു എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. കഞ്ചാർ കക്കാട്ടുകടയിലെ വീട് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വാർത്തകൾ സമഗ്രമായി പൂർണ്ണമാവുകയാണ്.